ഒരു പുസ്തകത്തിൽ ഒതുങ്ങാത്ത, ഒരു ചിന്തയ്ക്കും ബുദ്ധിക്കും വഴങ്ങാത്ത ചില വിഷയങ്ങളുണ്ട്. സ്വർഗം, നരകം, ശുചീകരണ സ്ഥലം എന്നൊക്കെ. പക്ഷേ ആത്മീയ യാത്രയിൽ ഇതില്ലാതെ ഒരടി മുന്നോട്ട് വയ്ക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ നിർണായകമായ ചോദ്യങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്വർഗവും നരകവും ഒക്കെ. പക്ഷെ ഒരിക്കലും ചിന്തിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളുമാണ്. അച്ഛൻ എന്താണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുമൊക്കെ പറയാനുള്ളത്? ഒരു മുൻകൂർ ജാമ്യത്തോടെ മാത്രം സംസാരിക്കേണ്ട ഒരു വിഷയമാണിത്. സ്വർഗം, നരകം, ശുചീകരണ സ്ഥലമൊക്കെ. ഒരുപാട് അച്ഛന്മാരും ഒരുപാട് ആൾക്കാരൊക്കെ പറയാറുണ്ട്, സ്വർഗം അങ്ങനെയാണ്, സ്വർഗത്തിൽ അങ്ങനെയാണ്, നരകം ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ പ്രശ്നം, ഇതെല്ലാം ഇങ്ങനെ ലാവിഷായിട്ട് പറഞ്ഞു വരുമ്പം അച്ഛൻ സ്വർഗത്തോട് പോയിട്ടുണ്ടോ, അച്ഛൻ നരകത്തിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യത്തിൽ തീരും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി, അതായത് നമ്മൾ സ്വർഗത്തെ കുറിച്ച് പറയുന്നത് ലോകത്തൊരു മനുഷ്യനും സ്വർഗത്തിൽ പോയി നേരിട്ട് കണ്ടതിൻ്റെതും നേരിട്ട് അനുഭവിച്ചതിൻ്റെതും ഒന്നും പശ്ചാത്തലത്തിലല്ല. മറിച്ച് സ്വർഗത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട്, ബൈബിളിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകൾ, നമ്മുടെ ഒരു വിശ്വാസിയുടെ കോമൺ സെൻസിന് നിരക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അതാദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പലരും ചിന്തിക്കുന്ന പോലെ വേറെ ഏതോ ഒരു സ്ഥലമല്ല, ഒരു സ്പേസ് അല്ല. നോട്ട് എ പ്ലേസ് നോർ എ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മൾ ചിലപ്പോൾ പറയും ഒരുപാട് ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ആ ശൂന്യതയിൽ എവിടെയോ വേറൊരു ലോകം, ആ ലോകത്ത്, അതിമനോഹരമായ ഒരു ലോകത്ത് എല്ലാവരും കൂടെ മരണശേഷം ആ ഒരു ലോകത്ത് ജീവിക്കുന്നു. അങ്ങനൊരു പ്രത്യേക സ്ഥലമല്ല. ഇതൊരു മനുഷ്യൻ്റെ മരണാനന്തരവുമുള്ള ഒരു അനുഭവമാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫ്, ഒരു ജീവിതാവസ്ഥയാണ്. അനുഭവം എന്ന് പറയുമ്പം അനുഭവിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. ജീവിത അവസ്ഥയാണ്. ഈ ജീവിതാവസ്ഥയെന്ന് പറയുമ്പോൾ നമുക്കറിയാം, മരണത്തിൽ സംഭവിക്കുന്ന ഒരാളുടെ ശരീരം നഷ്ടപ്പെട്ടു, ആ ശരീരത്തോടൊപ്പം ബുദ്ധിയും ചിന്തയൊക്കെ പോയി. എങ്കിലും ഒരു റിയൽ പേഴ്സൺ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഒരു ദൈവിക അംശം കൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ആ ദൈവിക അംശത്തിന് കാണപ്പെടുന്ന ഒരു ശരീരവും മനസ്സുമൊക്കെ, അനുഭവിക്കാൻ പറ്റുന്ന മനസ്സുമൊക്കെ നൽകി അങ്ങനെ രൂപപ്പെട്ടതാണ്. ആ ശരീരം നഷ്ടപ്പെട്ടാലും ആ യഥാർത്ഥത്തിലുള്ള ആള് ജീവിക്കുന്നു എന്നുള്ളതാണ്. കാണപ്പെടാത്ത ഒരാൾ. ഉദാഹരണത്തിന് ഒരു പുസ്തകം എടുക്കുന്നതാണ്. ആ പുസ്തകത്തിൻ്റെ കവർ പേജ് അതിൻ്റെ ശരീരമാണെന്ന് പറയാം, അതിൻ്റെ മുഖമാണെന്ന് പറയാം. ഓരോ പേജും മറിയുമ്പോൾ അതിൽ വാക്കുകളും വരികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പുസ്തകത്തിലുടനീളം കാണപ്പെടാത്ത ഒരാശയമുണ്ട്. ആ ആശയത്തെ ചൂഴ്ന്നും പൊതിഞ്ഞുമാണ് ഈ പറഞ്ഞ ഇതെല്ലാം നിൽക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേപ്പറും കവർ പേജൊക്കെ നിൽക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഈ പുസ്തകം ഒരാൾ വായിച്ചു, അതിനുശേഷം പുസ്തകം നഷ്ടപ്പെട്ടാലും ആ ആശയം ഈ നിലനിൽപ്പുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ അംശം, ഒരു ദൈവിക ചൈതന്യം നിലനിൽക്കുന്നു. വിളക്കുടഞ്ഞാലും വെളിച്ചം ഉടയില്ല എന്ന് പറയുന്നത് പോലെ ആ യഥാർത്ഥ മനുഷ്യൻ തുടർന്ന് ജീവിക്കുന്ന അവസ്ഥയുണ്ട്. ആ ജീവിതാവസ്ഥയാണ് സ്വർഗവും നരകവും ശുചീകരണ സ്ഥലമൊക്കെ ആയിട്ട് മാറുന്നത്. ആ ഒരു മനുഷ്യൻ മരണാനന്തരവും അയാൾ ദൈവത്തെ മുഖാമുഖം കാണുകയും ദൈവവുമായിട്ടുള്ള അഗാധമായ ഐക്യത്തിലും ജീവിക്കുന്നെങ്കിൽ ആ ഐക്യത്തിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന പൂർണ്ണമായ സന്തോഷം, സ്നേഹം, സമാധാനം, ആ ഒരു അവസ്ഥ, ദൈവ ഐക്യത്തിലുള്ള ആ അവസ്ഥയെ സ്വർഗം എന്ന് വിളിക്കാം.
നരകം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൽ നിന്നുള്ള പൂർണ്ണമായ വേർപാട്, ഒരു നിതാന്തമായ വേർപാട്, ഒരു പ്രതീക്ഷയില്ലാത്ത വേദന, ആ അവസ്ഥയ്ക്ക് നരകം എന്ന് പറയാം. ഇനി ഈ ദൈവത്തിലേക്കുള്ള യാത്ര മരണാനന്തരവും ഒരു മനുഷ്യൻ തുടരുന്നു. ദൈവത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയും വെച്ച് അയാൾക്ക് ദൈവത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു. ആ ദൈവത്തിൽ ഇടം തേടിയിട്ടില്ല എങ്കിലും പ്രതീക്ഷാ നിർഭരമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ശുദ്ധീകരണ സ്ഥലം എന്നും പറയാം. അപ്പം ഇതൊരു സ്റ്റേറ്റ് ഓഫ് ലൈഫാണ്, അല്ലാതെ ഒരു ഇടമല്ല. ഇത് മനുഷ്യൻ ചെന്നെത്തേണ്ട അവസാനത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ്, അവസാനമില്ലാത്ത ഒരു ജീവിതം ആരംഭിക്കുന്നതിൻ്റെ തുടക്കം, ശാരീരികമായ ജീവിതത്തിൻ്റെ അവസാനം. ഈ അവസാനത്തിൽ നിന്നും അവസാനത്തെ പോയിന്റിലേക്കുള്ള യാത്ര, നിതാന്തമായ സ്വർഗം, നിത്യമായ നരകം എന്നൊക്കെ പറയുന്നു. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. ഒരു മനുഷ്യൻ ദൈവത്തിൽ പൂർണ്ണമായി വിലയം പ്രാപിച്ചാൽ, ആ ഐക്യത്തിലെത്തിയാൽ, ആ ഐക്യത്തിൻ്റെ അനുഭവത്തിൽ അങ്ങനെ തുടരുന്നതാണ് സ്വർഗം. അച്ഛൻ പറഞ്ഞല്ലോ സ്വർഗം എന്നത് ദൈവവുമായുള്ള ഐക്യത്തിന്റെ ഒരു അവസ്ഥയാണെന്ന്. മീൻ എ യൂണിയൻ വിത്ത് ഗോഡ്. ഇതൊരാൾക്ക് മരണാനന്തരം സംഭവിക്കുന്ന അവസ്ഥയാണോ? ഐക്യം, എ യൂണിയൻ വിത്ത് ഗാഡ്, അത് നമ്മളൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മരണാനന്തരം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മരണാനന്തരം മാത്രം സംഭവിക്കുന്നതല്ല, ജീവിതകാലത്ത് ആരംഭിച്ച് മരണാനന്തരം മരണത്തോടുകൂടി അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്ന. ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് പോലെ, നിങ്ങളിപ്പോൾ ഭാഗികമായി ദർശിക്കുന്നു, പിന്നീട് അത് നിങ്ങൾ പൂർണ്ണമായി കണ്ടെത്തും, അനുഭവിക്കും എന്ന് പറയുന്നില്ല. ഭാഗികമായി നമ്മളിവിടെ ആരംഭിക്കുന്നു. അപ്പോൾ ഈ എന്താണ് ആ ഐക്യം, യൂണിയൻ വിത്ത് ഗോഡ് എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ ആണ് സംഭവിക്കുന്നത്, സാധിക്കുന്നത്? ഈശോ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ചിന്തിക്കുക. ഈശോ പറഞ്ഞല്ലേ, എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ പിതാവ് ചെയ്തതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ പിതാവും എപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തനനിരതനാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. പിതാവും ഈശോയും ഒരേ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അല്ലേ? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ നിറവേറ്റി ദൈവത്തിൻ്റെ ചിന്തകൾ തന്നെ പേറി മനസ്സിൽ ദൈവത്തെ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ തന്നെ ചെയ്യുന്നു. ഒരാൾ ചിന്തയിലും ആറ്റിറ്റ്യൂഡിലും വാക്കിലും പെരുമാറ്റത്തിലുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. ദൈവത്തിനും മനുഷ്യനും ഒരേ ചിന്ത, ഒരേ വാക്ക്, ഒരേ ലക്ഷ്യം. അങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഐക്യത്തിലേക്കുള്ള യാത്ര. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ, ലാവർണ മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് പഞ്ചക്ഷതം ലഭിച്ചു എന്നാണ്. അപ്പോൾ അവസാനം നമുക്ക് പറയാവുന്നത് ഫ്രാൻസിസിനും ക്രിസ്തുവിനും ഒരേ ശരീരമെന്നാണ്. ഈ ഐക്യമാണ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ദൈവവിളി. ദൈവവിളി ഒറ്റ വാക്കിൽ പറഞ്ഞ അങ്ങനെയാണ്. നമ്മൾ സാധാരണ പറയുന്ന അച്ഛനാകാൻ, സിസ്റ്റർ ആകാനുള്ള ദൈവവിളി, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്കുള്ള ദൈവവിളി. അതിനേക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും ഈ ഒരു യൂണിയനിലേക്കുള്ള വിളിയാണ്. അത് പല ജീവിതത്തിലൂടെ. ബൈബിൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതും ഈ ഐക്യം എന്നുള്ളതാണ്. അതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പറയുന്നത് മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയൊക്കെ ഉപമയിൽ. അതിനകത്ത് പറയുന്നത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളുടെ ശാഖകളുമാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുന്നത്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഒരാൾ ദൈവത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ദൈവം അയാളിൽ വസിക്കുന്നു.
അങ്ങനെ പരസ്പരം ഐക്യത്തിൽ രണ്ടുപേരും ഒന്നാകുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ശിഷ്യന്റെ വിളി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ മത്തായി, മാർക്കോസ്, ലൂക്കായുടെ സുവിശേഷമൊക്കെ നോക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് യോഹന്നാന്റെ സുവിശേഷത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്: ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കാനല്ല, അകത്തിരിക്കാനുള്ള ഒരു വിളിയായിട്ടാണ്, ഐക്യത്തിൻ്റെ ഒരു വിളി. ബൈബിളിലൂടെ പോയാൽ അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ ഒരല്പം താഴെയാണ്. യഥാർത്ഥത്തിൽ എല്ലാം ഈ ഐക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണെന്ന് പല ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിലേക്കൊക്കെ വന്നാലും വിശുദ്ധ അഗസ്തീൻ പറയുന്നത് പോലെ, അങ്ങിൽ വിലയം പ്രാപിക്കോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന വളരെ ആഴമുള്ള കാര്യമുണ്ട്. അതിലൊന്ന് ആഭ്യന്തര കർമ്മ്യം, ദ ഇന്റീരിയർ കാസിൽ ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത് ആത്മീയതയെക്കുറിച്ച് പറയുന്നത് 7 മുറികളുള്ള ഒരു കൊട്ടാരം, ഒരു വീട് കണക്കാണ്. ഈ ഓരോ മുറിയും കടന്ന് അവസാനം 7ാമത്തെ മുറിയിൽ എത്തുന്നു ആത്മാവ്. അവിടെ ആത്മാവും ദൈവവും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ മാരേജ് സംഭവിക്കുന്നു, ഐക്യം. ആ ഐക്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഈ ഐക്യത്തിൻ്റെ പൂർണ്ണമായ ആസ്വാദനമാണ് മരണാനന്തരം സംഭവിക്കുക. അതാണ് ഫിലിപ്പിയരുടെ 1-ാം ലേഖനം 21-ാം വാക്യം മുതൽ വായിച്ചാൽ പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ വല്ലാതെ ഞെരുക്കപ്പെടുന്നു. കാര്യം എന്താ? ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ജീവിതമാണോ മരണമാണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന്? പക്ഷെ അദ്ദേഹം പറയാണ്, എനിക്ക് വല്ലാത്ത കൺഫ്യൂഷനാണ്. ജീവിതം തിരഞ്ഞെടുക്കുമോ മരണം തിരഞ്ഞെടുക്കുമോ? ആ കൺഫ്യൂഷനെ കുറിച്ച് എന്നിട്ട് അദ്ദേഹം പറയാണ്, ശരീരത്തിൽ തുടരുന്നിടത്തോളം എനിക്ക് ഫലപ്രദമായി അധ്വാനിക്കാൻ സാധിക്കും, എങ്കിലും മരിച്ച് ക്രിസ്തുവിനോടുകൂടെ കാണപ്പെടുന്നതാണ് എനിക്കിഷ്ടം. യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞ ഇതാണ്. ഒരു മനുഷ്യൻ ദൈവവുമായി ഐക്യപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ദൈവത്തിന് പുറത്ത്, ദൈവമല്ലാതെ ഉള്ളതെല്ലാം അദ്ദേഹത്തിന് പുറത്താണ്. ഈ ലോകത്തിൻ്റെ ഒരു തരിമ്പ് പോലും അയാൾക്ക് ആവശ്യമില്ല. അദ്ദേഹം ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, പക്ഷേ ഈ ലോകം അദ്ദേഹത്തിന് ആവശ്യമില്ല. ആ ഒരു കൃത്യമായ വേർതിരിവ് നടന്നു കഴിഞ്ഞു. എന്നിട്ട് അയാൾ ഇനി ദൈവത്തിന് വേണ്ടി മാത്രമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. അത് വെറും വാക്കല്ല, ഞാനും ദൈവവും ഒന്നാകുമോളം ഐക്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ യാത്ര പോകുന്നവർക്കുള്ള യഥാർത്ഥ ചിന്ത എന്താ? അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെന്നാണ്. അപ്പം മരണം അതിലേക്കുള്ള വാതിലാണെങ്കിൽ അവർക്ക് മരണം ഒരു പ്രശ്നമല്ല. ഈ മരണത്തിലൂടെ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ദാഹിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. അത് ഈ ഭൂമിയിൽ തന്നെ ആരംഭിച്ചതാണ്. ആ ഐക്യത്തിൻ്റെ പൂർണ്ണതയാണ് സ്വർഗം. അതിൻ്റെ അനുഭവമാണ് സ്വർഗീയമായ അവസ്ഥ. ശരിക്കും നമ്മുടെ ആത്മീയതയെ മാറ്റുരയ്ക്കുന്നത് ഇവിടെയാണ്. സ്വർഗത്ത് പോകാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്വർഗവും നമ്മളൊരു തരത്തിലൊരു മെറ്റീരിയലിസ്റ്റിക് ആക്കി. ഈ ഭൂമിയിൽ എല്ലാ സുഖഭോഗങ്ങളും സൗകര്യങ്ങളും നമുക്ക് വേണം. മരണാനന്തരത്തിനുള്ള സുഖമാണ് സ്വർഗം. അങ്ങനെ എല്ലാ സുഖങ്ങളും നമുക്ക് വേണം. അങ്ങനൊരു മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടിലല്ല, മറിച്ച് എന്താണ്? ഒരു മനുഷ്യൻ ദൈവത്തെ അഗാധമായി സ്നേഹിക്കുന്നു, സ്നേഹിച്ച് ആ ദൈവവുമായിട്ട് ഒന്നാകുന്നു. ആ ബന്ധം പൂർണ്ണമായി ആസ്വദിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർക്ക് മരണം ഒരു നഷ്ടമല്ല. അതുകൊണ്ടാണ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. അവർക്ക് ഈ മരണം ദൈവത്തിലേക്കുള്ള യാത്രയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈശോ കുരിശും കൊണ്ട് കാൽവരിയിലേക്ക് പോയെന്ന്. തെറ്റാണ്. ഈശോ കുരിശും കൊണ്ട് കാൽവരിയിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ഈശോ കുരിശും കൊണ്ട് കാൽവരിയിലൂടെ പോയി എന്ന് പറയുന്നതാണ് ശരി. കാരണം പോകുന്നതിന് മുമ്പ് തന്നെ ഈശോയെക്കുറിച്ച് പറഞ്ഞ എന്താ? അവൻ പിതാവിൽ നിന്ന്, ദൈവത്തിങ്കൽ നിന്ന് വരുന്നുവെന്നും ദൈവത്തിലേക്ക് പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. ഈ കുരിശുമരണം ആ ദൈവത്തിലേക്കുള്ള വിലയം പ്രാപിക്കലിന്റെ പൂർണ്ണമായ അനുഭവമാണ്, ആ സ്വർഗീയ അനുഭവമാണ്. അപ്പം നമ്മുടെ സാധാരണഗതി സ്വർഗം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടാണ്.
അത് ദൈവത്തോടുള്ള അഗാധമായ ബന്ധമൊന്നുമല്ല. ഇപ്പം ഈ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നമുക്ക് ഈ നാട്ടിൽ കിട്ടാവുന്നതൊക്കെ കിട്ടി, ഇനി കിട്ടാനുള്ളതാണ്. അതാണ് പറഞ്ഞത്. ഒരു അച്ഛൻ ചോദിച്ചു, സ്വർഗത്ത് പോകാൻ ആഗ്രഹമുള്ള എല്ലാവരും കൈ ഉയർത്ത ധ്യാനത്തിൽ അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും കൈപൊക്കി. അപ്പം അച്ഛൻ ചോദിച്ചു, സ്വർഗത്തിൽ ഇപ്പം തന്നെ പോകാൻ ആഗ്രഹമുള്ള ഒരു കൈ ഉയർത്ത്. അപ്പം എല്ലാവരും കൈതാത്തി. എന്ന് പറഞ്ഞാൽ സ്വർഗം നമുക്ക് മറ്റൊരു മെറ്റീരിയൽ അനുഭവം കണക്കാണ്. പക്ഷെ ഇതങ്ങനെയല്ല സ്വർഗത്തിലേക്കുള്ള യാത്ര. അതാണ് പൗലോസ് അപ്പോസ്തലനെ കുറിച്ചൊരു സിനിമയുണ്ട്, സെന്റ് പോൾ. അദ്ദേഹത്തിൻ്റെ തലവെട്ടുന്ന ദിവസമാണ്. ആ ദിവസം നോക്കിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ സെല്ലിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുക. ഈ കൊല്ലപ്പെടുന്ന ദിവസം ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടക്കുക. അവസാനം കൊല്ലപ്പെടാൻ സമയമായി. വാള് തേച്ച് മിനുക്കി കൊണ്ടുവന്ന് കൊല്ലാൻ നിർത്തിയിട്ട് ചോദിച്ചു, അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് നിന്നപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. ഞാൻ ആ പാട്ടൊന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ. ഒന്ന് പരസ്പരം മുഖം നോക്കിയവർ, എന്നിട്ട് പറഞ്ഞ് പാടിക്കോളാൻ പറഞ്ഞു. അപ്പം പാടിയതായിട്ടാണ് ഒരു വചനം നമ്മൾ വായിക്കുന്നത്. ഏതാണ്? കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പീഡനമോ ആപത്തോ പട്ടിണിയോ നഗ്നതയോ വാളോ, ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ, പ്രഭുത്വങ്ങൾക്കോ ആധിപത്യങ്ങൾക്കോ ഉയരങ്ങൾക്കോ താഴ്ചകൾക്കോ ഒന്നിനും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവുമായിട്ട് ഒന്നായി നിൽക്കുന്ന ആള്, അയാൾ ഇനി ഒരിക്കലും അതിൽ നിന്ന് വേർപെടുത്താനാകാത്ത വിധം ഒന്നായി. ഇനി തല വെട്ടിയാൽ കഴുത്തിൽ നിന്ന് തല മാത്രമേ മാറൂ. പക്ഷേ ദൈവത്തിൽ നിന്ന് അയാളെ മാറ്റാനാവില്ല. ആ മരണത്തോടുകൂടി അയാൾ ദൈവവുമായിട്ട് കൂടുതൽ ഐക്യപ്പെട്ട അതിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നു. ഫ്രാൻസിസ് അസീസിയുടെ മരണക്കിടക്കയിൽ അധിക നാളില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അതാണ്, സഹോദരി മരണമേ സ്വാഗതം, സഹോദരി മരണമേ സ്വാഗതം. അപ്പം ഈ ഒരു ഐക്യം അത് നമ്മളുടെ ജീവിതകാലത്ത് തന്നെ തുടങ്ങുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, ആഭിമുഖ്യത്തിലൂടെ, വാക്കുകളിലൂടെ ദൈവവും നമ്മളും ഒരേ ലക്ഷ്യം വെച്ച് പോയി ഐക്യത്തിലേക്ക് എത്തുന്നു. ആ ഐക്യത്തിൻ്റെ പൂർണ്ണതയാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. അതിനെയാണ് സ്വർഗീയമായ അനുഭവം എന്ന് നമ്മൾ പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മരണത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ കോമയിലായിരിക്കുന്ന അവസ്ഥയിലോ അവർ സ്വർഗത്തെ അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇതിനെപ്പറ്റിയുള്ള യാഥാർത്ഥ്യം എന്താണ്? ശരിയാണ്. നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. യൂട്യൂബിലും പലയിടത്തുമായിട്ട് പല ബുക്കുകളിലൊക്കെ ഒരാൾ മരണത്തെ മുഖാമുഖം കണ്ടു, മരണക്കിടക്കയിലായിരുന്നു, കോമയിലായിരുന്നു. പിന്നീട് മരണത്തിൻ്റെ മുഖത്ത് നിന്ന് അദ്ദേഹം ജീവനിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ആ മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലെ അനുഭവങ്ങൾ പറയുമ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് അവരൊരു വളരെ പ്രകാശമുള്ളൊരു ടണലിലൂടെ കടന്നുപോയെന്നും അതിലൂടെ കടന്നുപോയി വിശാലമായ ഒരു ലോകത്തെത്തിയെന്നും അവിടെ അവർ മാലാഖമാരെ കണ്ടു, ദൈവത്തെ, ക്രിസ്തുവിനെ കണ്ടു. ഇതൊക്കെ ഇവരുടെയൊക്കെ ആത്മാർത്ഥവും വ്യക്തിപരവുമായ ഈ ദർശനങ്ങളെയും അവർ പറഞ്ഞതിനെ ഒന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയാറില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇത് ഒരു പൊതു സത്യമല്ല, അതൊരു വ്യക്തിപരമായ അനുഭവം മാത്രമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് വ്യക്തിപരമായ ചില അനുഭവങ്ങൾ രൂപപ്പെടുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിത ശൈലിയിലൂടെ തന്നെ ആയിരിക്കും. സ്വർഗം ഒരു സ്ഥലമല്ല, ഒരു അനുഭവമാണ്, ഒരു അവസ്ഥയാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കും, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഈശോ എന്താണ്, അതും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അല്ലെങ്കിൽ പിന്നീട് അങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉടക്കി നിൽക്കണ്ട. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ആ സ്ഥലമെന്നൊക്കെ നമ്മുടെ ഒരു ഹ്യൂമൻ ടെർമിനോളജിയിൽ പറയുന്നു, അതാകാനേ വഴിയുള്ളൂ. സ്ഥലം എന്നുള്ളതിനേക്കാൾ ജീവിതമാണത്, ജീവിതാവസ്ഥയാണ്. അപ്പം തന്നെ നമ്മൾ കണ്ടു എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായി അവർ പറയുന്നത് സത്യമാണെങ്കിലും അതൊരു പൊതു സത്യമല്ല. പിന്നെ എന്താണ്? നമ്മൾ ചെറുപ്പം മുതലേ സ്വർഗത്തെക്കുറിച്ചുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുകയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ളതെല്ലാം അങ്ങനെ നമ്മൾ രൂഢമൂലമായി കിടപ്പുണ്ട്. നമ്മുടെ ഒരു
ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ, മരണാവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു അബോധാവസ്ഥയിൽ, അർദ്ധബോധാവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു അല്പബോധാവസ്ഥയിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതിലൊക്കെ അർത്ഥമുണ്ട്, കാര്യമുണ്ട്. പക്ഷെ കണ്ടതെല്ലാം പദാനുപദം കൃത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അതൊരു പൊതു സത്യമായി അംഗീകരിക്കേണ്ട. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് ഒരു ചേർത്ത് പറയാവുന്ന ഒരു രസകരമായൊരു സംഭവമുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനാണ്, അതുപോലെ തന്നെ തികഞ്ഞ ഒരു സിനിമാ പ്രേമിയുമാണ്, ഒരു മോഹൻലാൽ ഫാനാണ്. അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നുമില്ല, പക്ഷേ പെട്ടെന്നൊരു ഹൃദയാഘാതം സംബന്ധമായ അസുഖം ഉണ്ടായി, ബൈപ്പാസ് സർജറിയൊക്കെ നടന്നു. പിന്നെയും പലതവണ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയും അദ്ദേഹം ആശുപത്രിയിൽ ICUയിലോ മറ്റോ കിടന്ന് 2 കൈകളുടെ വിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് യു ജീസസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്തോ കണ്ടതുപോലെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഓക്കെ ആയപ്പോൾ നേഴ്സുമാർ പറഞ്ഞു, ചേട്ടന് അന്നതൊരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, വല്ല സ്വർഗീയമായ കാഴ്ചകളും കണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞ് കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വർഗീയമായ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്, പക്ഷേ ഞാൻ കണ്ടത് TV-യിൽ മോഹൻലാൽ നിന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിൽ മോഹൻലാൽ ശക്തമായിട്ടുണ്ട്, സ്വർഗം ശക്തമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ പ്രത്യേക സമയത്ത് ഇതെല്ലാം കൂടെ ഒരു മിക്സ്ചറായിട്ട് നമ്മളുടെ അടുത്തേക്കൊക്കെ വരും. ആ പറഞ്ഞ കാര്യങ്ങളിലും കേട്ട കാര്യങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ കാര്യവും അർത്ഥവും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിനെ പദാനുപദമായിട്ട് എടുത്ത് ജീവിതത്തിൻ്റെ ഒരു സത്യമാക്കി വെക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇങ്ങനൊരു സ്വർഗം ഒക്കെ ഉണ്ട് എന്നൊരു ഓർമ്മയിലേക്കും ചിന്തയിലേക്കും നമ്മളെ കൊണ്ടുപോയാൽ, ആ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യാൻ അതിനാവശ്യമായ ഒരു ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഐക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഉപകാരപ്പെട്ടാൽ അതൊക്കെ നല്ലതാണ്.